Welcome back to ED World. Edwin here. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. ലോക്ക്ഡൗണെ കളിച്ച് പൊളിക്കുകയല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്കൊരു ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഗവൺമെൻറ് ഒരു ആപ്പ് ഉണ്ട്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡിജിലോക്കർ. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? ഇപ്പം നിങ്ങളൊരു ഗവൺമെൻറ് ഏത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോമിലും അതുപോലെ തന്നെ എന്തൊക്കെ പേപ്പർ കിട്ടിയാലും അതിനകത്ത് ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ലോഗോ കാണും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ട് യാഥാർത്ഥ്യമാണ്. നമ്മൾ അറിയാതെ തന്നെ അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിജിലോക്കർ. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിലോക്കർ. ഇത് നമ്മുടെ എല്ലാ ഡിവൈസിലും ആക്സസിബിൾ ആണ്. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺസിലും പിന്നെ ആപ്പിളിലെ ഫോൺസിലും പിന്നെ ഡെസ്ക്ടോപ്പിലും പി സിയിലും ലാപ്ടോപ്പിലും എല്ലായിടത്തും കിട്ടാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറും എല്ലായിടത്തും ഇത് കിട്ടാവുന്നതാണ്. കാരണം ഇത് ഗവൺമെൻറ് ആപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് ആപ്പ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും റീച്ച് കിട്ടണം. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഗൈസ് ഇതിന് 1 മില്യൺ കണ്ടേ ഡൗൺലോഡ്സ് പോയിട്ടുള്ളൂ. ഭയങ്കര വിഷമകരമാണ് ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഓർപ്പിക്കുക. നിങ്ങൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് വീഡിയോ കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് തുടങ്ങണം. അക്കൗണ്ട് തുടങ്ങുന്നത് ആധാർ കാർഡ് നമ്പർ വെച്ചാണ്. ആധാർ കാർഡ് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് ഗൈസ്. അപ്പോൾ ആധാർ കാർഡ് വെച്ച് നമ്മളാണെങ്കിൽ അവരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ആധാർ കാർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകാനാണ് ചുറ്റിക്കിറങ്ങുന്നുണ്ട്. ആധാർ കാർഡ് നമ്പർ കൊടുത്തേക്ക് നമ്മുടെ ഗവൺമെൻറ് അല്ലേ, അപ്പോഴത്തേക്കിനും ആധാർ കാർഡ് നമ്പർ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. എന്നിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് നമ്മുടെ ഗവൺമെൻറ് എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം ഈ ആപ്ലിക്കേഷനിലുണ്ട്. നമുക്കൊരു മഹാസമുദ്രമാണ് തുറന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ വെഹിക്കിൾ രജിസ്ട്രേഷൻ എന്നിവ വേണ്ട നമുക്ക് ഗവൺമെൻറ്റായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടാബ് നിങ്ങൾ നോക്കി കാണും മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞ സെക്ഷൻ. ആ സെക്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് പെട്ടെന്നുള്ള ആക്സസിബിൾ. അപ്പം പ്രത്യേകിച്ച് ഇതിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസിലാണ്. ഇപ്പം നമ്മളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പിഴ കിട്ടുമെന്നറിയോ? 5,000 ഗൈസ്, 5,000. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചാൽ മതി. അത് തന്നെ. അപ്പോൾ നമ്മൾ ഈ പേപ്പർ കാണിക്കുന്ന പോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഫോണിലൂടെ ഈ പോലീസുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അത് അപ്രൂവ്ഡ് ആണ്. കാരണം നിങ്ങൾ കാണാൻ പറ്റും അതിൽ ഡിജിലോക്കർ അപ്രൂവ്ഡ് എന്ന് പറയുന്ന ഒരു സിഗ്നല് അവനൊരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഡിജിലോക്കർ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ കാണിക്കത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ പ്രോസസ്സിങ് നടക്കുന്നത് ഇത് ഇഷ്യൂവറുടെ അതായത് ഇഷ്യൂ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്താണ്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് IT ആയിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഇത് ഇഷ്യൂ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റോട് ടൈപ്പ് ചെയ്താണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന അതുപോലെ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന സംഭവങ്ങളാണ് ഇനിയും വരുന്നത്. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിനകത്ത് കിട്ടും. എന്തുകൊണ്ട് CBSE പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റും ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ടോ ആ സംസ്ഥാനങ്ങളിലെല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ആ സെക്ഷനിൽ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കണോ അതെല്ലാം നമുക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ കിട്ടും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക്, അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയോ അഥവാ iOS കയറിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കൂടെ ചെക്ക് ചെയ്ത് പോവുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ മറ്റുള്ള വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ ലോക്ക്ഡൗൺ കാലം മാക്സിമം ഉപയോഗിക്കുക ഗൈസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾ ടൈം നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള വഴികൾ ഇപ്പം നിങ്ങൾക്ക് തുറന്നു കിടക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ പോലെയുള്ള ഗവൺമെൻറ് ആപ്സ്. അപ്പോൾ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്യണം. ഒരു ആപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഡിജിലോക്കർ. അതുപോലെ തന്നെ ഗവൺമെൻറ് ആപ്സ് കുറേ എണ്ണം കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ കയ്യെത്തും ദൂരത്ത് അത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ദിസ് ഇസ് എഡ്വിൻ with Devadathan signing out.